പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം വീഡിയോയിലോട്ട്. അതിലേക്ക് വേണ്ടി 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ടിട്ട് കൊടുക്കാം. സ്റ്റൗ കത്തിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതേ കപ്പിൽ തന്നെ ഇതൊന്ന് ഉരുക്കിയെടുക്കണം. ഇതൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി. വേറെ ഒരു പരുവം നോക്കണ്ട, അലിഞ്ഞ് മാത്രം കിട്ടണം. നമുക്കൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. മണ്ണോ പൊടിയൊക്കെ ഉണ്ടെങ്കിലൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ശർക്കര തിളച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ അരിച്ചെടുക്കാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 250 കപ്പിൻ്റെ 1 കപ്പ് കപ്പലണ്ടിയാണ്. നിലക്കടല എന്ന് പറയില്ലേ. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പം തോടെല്ലാം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് മൂത്ത് കിട്ടണം. ഈ തോട് കംപ്ലീറ്റ് ഒന്ന് ഇളകി കിട്ടണം. ഇപ്പോൾ കപ്പലണ്ടിയൊക്കെ വെന്ത് ചുവന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇത്രയും പൊട്ടുകടല എടുത്തിട്ടുണ്ട്. പൊരിക്കടല എന്നൊക്കെ പറയില്ലേ, അത് ഇതിലോട്ടിട്ട് ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത്രയും മതിയാവും. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി കപ്പലിൻ്റെയൊക്കെ തണുത്തതിന് ശേഷം തോട് കളഞ്ഞെടുത്തിട്ട് വരാം. കപ്പലിൻ്റെ തണുത്ത് തോടെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി കടലയും കൂടെ രണ്ടും കൂടെ ചേർത്ത് തരിതരപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, തരിയോടും കൂടെ. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. സ്റ്റൗ കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2 സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വേണ്ടത് 1/4 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കാം. റവ കുറച്ച് മതിയാവും. ഇനി വേണ്ടത് ഇത്രയും തേങ്ങയാണ്. അതും കൂടെ ഇതിലോട്ടിട്ട് കൊടുക്കാം. ഈ തേങ്ങയും റവയും കൂടെ ഒന്ന് ചുവന്ന് കിട്ടണം. അതിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് പോയി കിട്ടുമ്പോഴേക്കും നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതിയാവും. നമുക്കിനി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട്, ഉരുക്കി വെച്ചിട്ടുള്ള. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ച കപ്പലണ്ടിയും പൊട്ടുകടലയില്ലേ, അത് ഇതിലോട്ടിട്ട് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് യോജിച്ച് കിട്ടണം. തീ കുറച്ച് വെച്ച് കൊടുക്കാം. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണ്.
ഇനി 3 ഏലക്കായുടെ കുരു എടുത്തിട്ടുണ്ട് ചതച്ച്, അത് ഇതിലിട്ടിട്ട് കൊടുക്കാം നല്ലൊരു മണത്തിന് വേണ്ടി. ഇതെല്ലാം ഒന്ന് പാനിന്ന് ഇളവി വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊട്ടുകടലയും കപ്പലണ്ടിയും കണ്ടില്ലേ, ഇതേപോലെ തരിതരിപ്പായിട്ട് കിടക്കും. അപ്പോഴേ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകാൻ പാടില്ല. പാനിയിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് ആണ്. അപ്പോൾ ഇത്രയും മതി. പാനിൽ നിന്നൊക്കെ ഇളവി കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. തണുത്തതിന് ശേഷം നമുക്ക് ഉരുളയായിട്ട് എടുക്കാം. അപ്പോൾ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ബിസ്ക്കറ്റിൻ്റെ ഒരു അച്ചാണ് എടുത്തിട്ടുള്ളത്, സ്റ്റാറിൻ്റെ. പിന്നെ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് പേപ്പർ എടുത്തിട്ടുണ്ട്, എണ്ണ തടവി. ഇതിലോട്ട് നമുക്ക് ഈ മാവില്ലേ, ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ സ്റ്റാറായിട്ട് കിട്ടും. ഇനി അടുത്തത് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ എടുക്കാം. ഇതേപോലത്തെ അച്ചില്ലാത്തവർ ഇതേപോലത്തെ സ്പൂണില്ലേ, കരണ്ടി, ഇതിൽ കോരി വെച്ചിട്ട് തട്ടിയെടുത്താൽ മതിയാവും. പിന്നെ എനിക്കിത് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്.